കൊച്ചുവേലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് യൂണിറ്റിനാണ് തീപിടിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റും കൊച്ചുവേലിയിലേക്ക് തിരിച്ചു. മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, ഈ തീപിടുത്തത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് യൂണിറ്റിനാണ് തീ പിടിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. തിരുവനന്തപുരത്തെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റും കൊച്ചുവേളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ തീ നിയന്ത്രണ വിധേയമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്ലാസ്റ്റിക് യൂണിറ്റിന് തീ പിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. മനസ, പ്ലാസ്റ്റിക് ഗോഡൌണിനാണ് തീപിടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണെന്നും മനസ്സിലാക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം നിലവിൽ തുടരുകയാണ്. അപ്പോൾ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, പെട്ടെന്ന് തന്നെ വിവരം അറിയുകയും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ തീ നിയന്ത്രണ വിധേയമാകുമെന്ന നിഗമനത്തിലാണ് ഉള്ളത്. എങ്കിൽ കൂടിയും ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതുകൂടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ പ്രാഥമിക ഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ശരി. കൊച്ചുവേലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് യൂണിറ്റിനാണ് തീപിടിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റും കൊച്ചുവേലിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.